സോ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഈ പെനൻക ഗോൾ അറിയില്ലേ? അതായത് പെനാൽറ്റി നമ്മളിങ്ങനെ ചിപ്പ് ചെയ്തിട്ട് ഇടുമല്ലോ, അതിനാണ് പെനൻക എന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഇപ്പം ഫുട്ബോളിൽ പെനാൽറ്റി അടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പെനാൽറ്റി നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്നതിന് പകരം ഇവർ ജസ്റ്റ് ഇങ്ങനെ ചിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ലോബ് ചെയ്തിട്ട് ബോൾ ഇട്ടിട്ട് കീപ്പറിനെ കബളിപ്പിച്ച് ഗോൾ അടിക്കുന്നു. ആ ഗോൾ അടിക്കുന്നത് ഭയങ്കര കീപ്പറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ്. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇത് കാണുന്നത്. അപ്പം ഈ പെനൻക ഫസ്റ്റായിട്ട് 1976 വേൾഡ് കപ്പ് ഫൈനലിലാണ് ഇത് വരുന്നത്. അപ്പോൾ സംഭവം എങ്ങനെ ഇത് വന്നതെന്ന് വെച്ചാൽ ചെക്ക് റിപ്പബ്ലിക് ഓഫ് സ്ലോവാക്യ ഇവരും ജർമ്മനിയും തമ്മിൽ ഫൈനലാണ്. ചെക്കോസ്ലോവാക്യ ഇവരും ജർമ്മനിയും തമ്മിൽ ഫൈനലാണ്. അങ്ങനെ ജർമ്മനി ഫസ്റ്റ് തന്നെ 25 മിനിറ്റിൽ 2 ഗോള് അടിച്ചു. എന്നിട്ട് ഇവര് ലാസ്റ്റ് ഈക്വലൈസ് ചെയ്ത് അങ്ങനെ 2-2 ആയി. അങ്ങനെ ഗെയിം പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ പോയി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോയിട്ട് ഈ 5 ഷൂട്ടാണല്ലോ ഒരു ടീമിന് ഉണ്ടാവുക. അതിൽ 5ാമത്തെ ഷൂട്ട് ജർമ്മനിയിലെ ഒരു പ്ലെയർ മിസ് ചെയ്തു. അപ്പൊ 5ാമത്തെ പ്ലെയർ ഇത് ഗോൾ അടിച്ചാല് അത് കളി ജയിച്ചു. അങ്ങനെ 5ാമത്തെ പ്ലെയർ വന്നാണ്ട് ഇത് ഈ പെനാൽറ്റി ഇങ്ങനെ പെനൻക മോഡലിലാണ്, പെനൻക മോഡലിൽ ഇട്ടാണ്ട് ഗോളായി ജയിച്ച്. അങ്ങനെയാണ് ഈ പെനൻക എന്നുള്ള ഗോൾ ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നത്. ഈ ഗോൾ അടിച്ച പ്ലെയറിന്റെ പേര് ആന്റോണി പെനൻക. അങ്ങനെയാണ് ഈ ഒരു ഗോളിന് പെനൻക എന്ന് പേര്. അതായത് ഒരു ഫുട്ബോൾ ഒരു സ്കില്ലിന് നമ്മളെ പേരിൽ അറിയപ്പെടാം. അതെ, പൊളിയ. റൊണാൾഡോ ചോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, മറ്റേ കട്ട് ചെയ്യണത്, റൊണാൾഡോ ചോപ്പ് എന്ന് പറയാം.